എന്ന് വെച്ചാൽ ചെറിയ കടയ്ക്ക് പോലും കോടികളുടെ സ്റ്റോക്കുകളാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്നാ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉള്ള അവർക്ക് ആ കടയിൽ പോയി എടുത്തുകൂടെ? ഇനി എന്താണ് നിങ്ങളുടെ ഈ ഒരു ലോറ ലെക്സ് ഡയമണ്ട്സിന്റെ ഫ്യൂച്ചർ? എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിൽ തന്നെ നിൽക്കുകയാണോ, ഓഫ്ലൈനിലേക്ക് വരുന്നുണ്ടോ? ഞങ്ങൾ ഓൺലൈൻ തന്നെയാണ് ഫോക്കസ്, പ്രൈമറി ഫോക്കസ്. അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 1-2 ഇയേഴ്സ് അത് തന്നെയാണ് പ്രൈമറി ഫോക്കസ്. നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ കട നടത്തുവാണെങ്കിൽ എന്തോരം പൈസയാവുമെന്നറിയോ? എന്ന് വെച്ചാൽ ചെറിയ കടയ്ക്ക് പോലും കോടികളുടെ സ്റ്റോക്കുകളാണ്. ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ആരാ അറ്റ് ദി എൻഡ് ബെയർ ചെയ്യേണ്ടത്? ഒരു കസ്റ്റമർ തന്നെ. കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. ഈ വിലയ്ക്കൊന്നും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ചില കസ്റ്റമേഴ്സ് എന്തിനാണ് നിങ്ങൾ ഇത്ര കുറച്ച് കൊടുക്കുന്നത്, ബാക്കിയുള്ള ജൂവലേഴ്സിൻ്റെ റേറ്റ് കൊടുത്തു കൊടുക്കുക? കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്നാ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉള്ള അവർക്ക് ആ കടയിൽ പോയി എടുത്തുകൂടെ? ഇത് അവരൊരു റിസ്ക് എടുത്ത് ഒന്നും കാണാതെ ആകാശത്തിരിക്കുന്ന ഒരു ഡിസൈൻ അയച്ചു തന്ന് അത് നമ്മൾ റിയലായിട്ട് കൈ കിട്ടുന്നോടം വരെ അവർ ടെൻഷൻ അടിച്ചിരുന്നു. അതിനുള്ള റിസ്ക് ടു റിവാർഡിനുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവർ ഓൺലൈൻ ചെയ്ത് നമുക്കത് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്.